ബികോമിൻ്റെ ഭാഷാസാഹിതിയിലെ രണ്ടാമത്തെ കവിത എൻ്റെ ശില്പം വയലാറിൻ്റെതാണ്. അതിലെ ഭാഗമാണ് അഞ്ചാമത്തെ സ്റ്റാൻസ. പിന്തിരിഞ്ഞോളൂ നിങ്ങൾ മനുഷ്യൻ ചിന്ത നെയ്യും സ്ഥലികളിൽ നിന്നും, ജീവിതവുമായി താളപ്പെടുന്ന ഭാവന തൻ വഴിച്ചാലിൽ നിന്നും, ഈ യുഗത്തിൽ പ്രകാശം പരത്തും മായുകില്ലാത്ത മൽക്കലാശില്പം. നിന്നു നോക്കി പരിഹസിക്കുന്നോ നിങ്ങൾ നാലഞ്ച് വിഡ്ഢികൾ ദൂരെ, നാടുണർത്തും വെളിച്ചം വരുമ്പോൾ നാലുദിക്കും മിഴിവിടർത്തുമ്പോൾ, നീലനാരുകൾ കീറുന്നു നിങ്ങൾ നീളരാവിൻ മുഖം മൂടി നെയ്യാൻ, നീലനാരുകൾ കീറുന്നു നിങ്ങൾ നീളെ രാവിൻ മുഖം മൂടി നെയ്യാൻ. ആധുനിക ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ തിരിച്ചറിയാനാവാത്ത പാരമ്പര്യത്തിൻ്റെ ഇരുട്ടറയിൽ കഴിയുന്ന യാഥാസ്ഥിതികരായ കവികളോടും കലാകാരന്മാരോടുമെല്ലാമായി വയലാർ പറയുകയാണ്, ചിന്തിക്കുന്ന മനുഷ്യരുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും ജീവിതവുമായി പൊരുത്തപ്പെടുന്ന ഭാവനയുടെ വഴികളിൽ നിന്നുമെല്ലാം നിങ്ങൾ ഇപ്പോൾ പിന്തിരിഞ്ഞു പോവുകയാണ്. പിന്തിരിഞ്ഞോളൂ എന്ന് പറയുകയാണ്. ഓക്കെ. ഒളിമങ്ങാത്ത തൻ്റെ കലാശില്പം ഈ യുഗത്തിൽ പ്രകാശം പരത്തുക തന്നെ ചെയ്യും. കാരണം മണ്ണിൻ ചേറിൽ ചവിട്ടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആ ചേറിൽ ചവിട്ടി നടക്കുന്ന ആ കർഷകൻ്റെ കൂടെയാണ് എൻ്റെ കലാശില്പം നിൽക്കുന്നത്. ആ മാനവഗീതം, ആ മാനവാധ്വാനത്തിൻ്റെ ഗീതം, ആ മാനവ വിപ്ലവത്തിൻ്റെ മാറ്റത്തിൻ്റെ ശങ്കുലി, അത് പാടാനാണ് എനിക്ക് കഴിയുക. നിങ്ങൾ എന്നെ നോക്കി പരിഹസിക്കുന്നോ നാലഞ്ച് വിഡ്ഢികൾ എന്ന് പറയാൻ. നിങ്ങൾ ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ. ഓർക്കുക, യാഥാസ്ഥിതികതയുടെ ആ മട്ടുപ്പാവിലിരുന്ന് കവിത എഴുതുന്ന നിങ്ങളുണ്ടല്ലോ, മണ്ണിലിറങ്ങാത്ത വിണ്ണിനെക്കുറിച്ച് നോക്കിക്കൊണ്ട് കവിത എഴുതുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ വിഡ്ഢികൾ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പേരൊന്നുമില്ല, വെറും 4-5 പേരുകളിലൂ എന്നെനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്നെ പരിഹസിച്ചാൽ ഒരു കാര്യവുമില്ല. നാടിനെ എല്ലാം വിളിച്ചുണർത്താൻ പോകുന്നതാണ് ശാസ്ത്രത്തിൻ്റെ ആ വെള്ളി വെളിച്ചം കടന്നു വരുമ്പോൾ അത് കാണുന്നതിന് യുക്തിഭദ്രമായ ചിന്തകൾ അംഗീകരിക്കുന്ന മനുഷ്യരുടെ ലോകമുണ്ടാകുമെന്നും 4 ദിക്കും ലോക ജനത ഒന്നാകെയും കണ്ണു തുറന്ന് അതെല്ലാം കാണുമെന്നും, അങ്ങനൊരു ദിനം വരുമ്പോൾ യാഥാസ്ഥിതികത്വത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ നിങ്ങളുടെ ആ പഴയ നീല നാരുകളുണ്ടല്ലോ, അത് കീറി രാവിനെ മുഖം മൂടി നെയ്ത് ആ പ്രകാശപൂരത്തെ നിങ്ങൾ തടയാൻ ശ്രമിക്കുന്നത് പോലെ വിഡ്ഢിത്തങ്ങളാണ് നിങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മുടിനാര് കീറി മുഖം മൂടി നെയ്തിട്ടൊന്നും നിങ്ങൾ ആ നിലാവെളിച്ചത്തെ തടയാനാവില്ല, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ ആ വെള്ളി വെളിച്ചത്തെ തടയാനാവില്ല. അത്രയ്ക്ക് നിസാരരാണ് നിങ്ങൾ 4-5 വിഡ്ഢികൾ നെയ്യുന്ന ഈ അബദ്ധകഥകളെല്ലാം. മണ്ണിൻ്റെ മണമുള്ള ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ആ കലാശില്പം, മൽക്കലാശില്പം, അത് മായില്ല. എൻ്റെ ഈ കലാശില്പം അത് മായില്ല. ഇതാണ് വയലാർ പറയാൻ ശ്രമിക്കുന്നത് ഈ 5-ാമത്തെ സ്റ്റാൻസയിലൂടെ.